ഹലോ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നിങ്ങൾ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്ക് എല്ലാവരുടെയും ഇടയിൽ വില കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും നമ്മളെ എന്തൊക്കെയോ പറഞ്ഞ് വിഷമിപ്പിക്കുകയാണ്. അപ്പോൾ വില കിട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നാമതായിട്ട് തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് അകൽച്ച കാണിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മൾ അടുക്കാൻ പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമ്മളോട് പെട്ടെന്നൊരു ദിവസം നമ്മളോട് അകൽച്ച കാണിക്കുകയാണ്. അത്ര വരെ നമ്മളുമായിട്ട് നന്നായിട്ട് സംസാരിച്ച ഒരാൾ പെട്ടെന്ന് തന്നെ നമ്മളോടൊരു അകൽച്ച കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ അവരുടെ അടുത്തേക്ക് അധികം പോകാതിരിക്കുന്നതാണ് നല്ലത്. അല്ലാതെ അവരടുത്തേക്ക് പോയിട്ട് നിങ്ങളെന്താണ് ഇത്രയും കാലം എന്നോട് സംസാരിച്ചു, ഇപ്പോൾ പെട്ടെന്ന് എന്താണ് നിങ്ങൾ എന്നോട് സംസാരിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബാക്കിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു വിലയും ഉണ്ടാവില്ല എന്ന് നിങ്ങൾ ആദ്യം തന്നെ ആലോചിക്കുക. അപ്പോൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവരെ അങ്ങോട്ടേക്ക് വിടുക. കാരണം നമ്മളൊരു തെറ്റും ചെയ്യാതെയാണ് അവരങ്ങനെ അകന്നു പോകുന്നുണ്ടെങ്കിൽ അവരങ്ങ് പോട്ടേന്ന് വെക്കുക. അത്ര മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അല്ലെങ്കിൽ നമ്മളെ വിലയാണ് ഇല്ലാണ്ടാവുന്നത്. അവിടെ നമ്മൾ ഇവരുടെ ബാക്കിൽ പോയി നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിലയില്ലാണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഗോസിപ്പൊക്കെ പറയുന്നതും നമ്മൾ കേൾക്കുന്നതും കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗോസിപ്പ് എന്ന് പറയുന്നത് ഉള്ളതാവാം, ഇല്ലാത്തതൊക്കെ ആവാം, അല്ലേ? അപ്പോൾ നമ്മൾ ഒരാളെക്കുറിച്ച് ഗോസിപ്പ് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, നാളെ നമ്മളെക്കുറിച്ചും ഇത് പറയപ്പെടും. അപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളോട് മറ്റേ ഒരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ അത് കേൾക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കേട്ടിട്ട് നമ്മൾ അതിന് മറുപടിയൊക്കെ കൊടുത്ത് ഇതാക്കുമ്പോൾ അയാൾ പറയുന്ന ആൾ നാളെ അപ്പുറം പോയിട്ട് നമ്മളെക്കുറിച്ച് ഇങ്ങനെ തന്നെ പറഞ്ഞ് കഥകൾ ഉണ്ടാക്കുന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആലോചിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ? നമ്മൾ ഗോസിപ്പും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിനൊക്കെ ഗ്രൂപ്പ് തന്നെയുണ്ട്. ഈ ഗോസിപ്പൊക്കെ പരസ്പരം ഷെയർ ചെയ്യുന്നവരുടെ ഗ്രൂപ്പൊക്കെ തന്നെയുണ്ട്. ആ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം ആ ഗ്രൂപ്പിൽ നിന്ന് വേഗം ലെഫ്റ്റ് അടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നാട്ടിൻപുറത്തായാലും നമ്മളെ വീട്ടിൻ്റെ അടുത്തായാലും ഒക്കെ ഇങ്ങനത്തെ ഗോസിപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നമുക്ക്. നമ്മുടെയൊക്കെ ഒരു വില കിട്ടണം എന്നുണ്ടെങ്കിൽ, ആൾക്കാരുടെ ഇടയിൽ വില കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നല്ലതല്ലേ? നമ്മളെ കാര്യം നോക്കി നിൽക്കുക. മറ്റുള്ളവർ ചെയ്യുന്നതിനെക്കുറിച്ച് ഇല്ലാത്ത അപഖ്യാതി അല്ലെങ്കിൽ ഉള്ളത് തന്നെ ആയാലും പറഞ്ഞ് പരത്താതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരാളെ പെട്ടെന്ന് പരിചയപ്പെടുവാണ്, നമുക്ക് അറിയില്ല, പെട്ടെന്ന് ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുമായിട്ട് നമ്മളെല്ലാ കാര്യവും ഷെയർ ചെയ്യുക. ഓവറായിട്ട് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അയാളുമായിട്ട് അയാളൊരു പരിചയം പോലും ഇല്ല നമുക്ക്. എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? അയാളുമായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുക, നമ്മളെ ഹിസ്റ്ററി മൊത്തം. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം പെട്ടെന്ന് കണ്ട ഒരാളെ എങ്ങനെ നമ്മൾ മനസ്സിലാക്കും, അയാൾ എങ്ങനെയുള്ള ഒരാളാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ ഫാമിലി പരമായിട്ടും നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ ഓവറായിട്ട് ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അതൊരു മുതലെടുപ്പിലേക്കൊക്കെ പോയേക്കാം, അല്ലേ? ചിലപ്പോൾ അയാൾ തന്നെ നമ്മളെ താഴ്ത്തി കെട്ടാനും മതി, നമ്മളെ വില കളയാനും മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഡ്രസ്സിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായ ഡ്രസ്സാണല്ലേ നമ്മൾ എല്ലാവരും ധരിക്കുക. അപ്പോൾ നമ്മുടെ നമ്മുടെ സംസ്കാരത്തിനും അതുപോലെ തന്നെ നമ്മളെ ജോലി ഒഫീഷ്യലായിട്ട് നമ്മളൊരു ജോലിക്കാരാണ്. ടീച്ചറാണെങ്കിൽ ടീച്ചറുടെ വേഷം, അഡ്വക്കേറ്റാണ് അഡ്വക്കേറ്റിൻ്റെ വേഷം. പിന്നെ നമ്മൾ പുറത്തേക്ക് പോകുന്ന വേഷം വേറെ ആയിരിക്കും, വീട്ടിൽ നമ്മൾ ധരിക്കുന്ന വേഷം വേറെ ആയിരിക്കും, പുറത്ത് പോകുമ്പോൾ ധരിക്കുന്ന വേഷം വേറെ ആയിരിക്കും, കല്യാണത്തിന് പോകുമ്പോൾ ധരിക്കുന്ന വേഷം വേറെ ആയിരിക്കും, മരണ വീട്ടിൽ പോകുമ്പോൾ ധരിക്കുന്ന വേഷം വേറെ ആയിരിക്കും, അല്ലേ? അമ്പലത്തിൽ പോകുമ്പോൾ ധരിക്കുന്ന വേറെ. അങ്ങനെ നമുക്ക് പറ്റുന്ന ഡ്രസ്സ് ധരിക്കുക. നമ്മളെ വില കളയുന്ന ഡ്രസ്സുകൾ നമ്മൾ ധരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളെ കൂടെയുള്ളവരെയും നമ്മൾ അതുപോലെ തന്നെ നടത്താൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെയാകുമ്പോൾ ആൾക്കാർ എന്നാലും മാത്രമേ നമുക്കൊരു വില തരും, അല്ലേ? നമ്മൾ ആൾക്കാർ പുച്ഛിക്കുന്ന തരത്തിൽ ഇവളെന്താ ഇട്ടിട്ട് പോകുന്നതെന്ന് പറയുന്ന തരത്തിലുള്ളൊരു ഡ്രസ്സ് നമ്മൾ ഇടാതിരിക്കുക. ഏത് ഡ്രസ്സ് ഇടുക എന്നുള്ളത് അവരവരുടെ താല്പര്യവും അവരവരുടെ അവകാശമാണെന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. എങ്കിലും നമുക്കൊരു പൊതുവായിട്ട് എല്ലാ സ്ഥലത്തും ഒരു വില വേണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ സംസാരം, നമ്മുടെ അഭിപ്രായം ഒക്കെ നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തുന്നവരുണ്ട്, അല്ലേ? അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സംസാരവും അഭിപ്രായവും ഒക്കെ തുറന്നടിച്ച് പറയാൻ പാടില്ല. എല്ലാം ചിന്തിച്ചിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സംസാരവും അഭിപ്രായവും ഒക്കെ മറ്റുള്ളവർ കേൾക്കുന്ന തരത്തിലായാലും ഒരു പൊതുവേദിയിൽ വെച്ചിട്ടായാലും നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൽ കൂടിയൊക്കെയാണ് നമുക്ക് ഒരു ഇത് കിട്ടുന്നത്, ഒരു
വില നമുക്ക് ആൾക്കാരുടെ ഇടയിൽ കിട്ടുന്നത് അല്ലേ. അല്ലാതെ അവളെന്താ ഇങ്ങനെയെന്നൊന്നും പറയാനുള്ള ഇട വരുത്താതെ സംസാരിക്കാനും അഭിപ്രായം പറയാനും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ സ്നേഹത്തിന് വേണ്ടി ആരോട് യാചിക്കാതിരിക്കുന്നതാണ് നല്ലത് അല്ലേ. യാചിച്ച് കിട്ടുന്ന ഒന്നിനും അതിൻ്റേതായ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഞെക്കി പിഴിഞ്ഞിട്ട് നമുക്കൊരു സാധനം കിട്ടിയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എന്താണ് സ്നേഹം എന്നൊക്കെ പറയുന്നത് നമുക്ക് വില കൊടുത്ത് വാങ്ങാനും പറ്റില്ല, അതുപോലെ തന്നെ നമുക്ക് പിടിച്ചു വാങ്ങാനും പറ്റില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. അതുകൊണ്ട് സ്നേഹം ഒന്നും ആരോട് യാചിച്ച് വാങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ഇത്തരം ചെറിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഉപകാരം ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ടാറ്റ. മറക്കരുത് സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്.